യെസ് മിസ്റ്റർ രാമേന്ദ്രൻ, നമ്മൾ തെക്കൻ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ കഴിഞ്ഞ 2 ദിവസം സംസാരിച്ചു. ഇനി നമുക്ക് വടക്കൻ കേരളത്തിൽ, അതായത് കാസർഗോഡ് മുതൽ കോഴിക്കോട്, പാലക്കാട്, വയനാട്, വടകര, കണ്ണൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലെ പൊതുസ്ഥിതി എങ്ങനെയെന്ന് ഒന്ന് വിലയിരുത്തി സംസാരിച്ചു തുടങ്ങാം. കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് അനൗപചാരികമായി കൽപ്പിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് നിന്ന് ആരംഭിക്കാമെന്ന് തോന്നുന്നു. എന്താണ് വയനാട്ടിലെ രാഷ്ട്രീയ സ്ഥിതി? വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമില്ല. വോട്ട് കുറയുമോ, ഈ തവണ എവിടെയെങ്കിലും ഒരു BJP സ്ഥാനാർത്ഥി ജയിക്കുമോ എന്നുള്ള ചോദിക്കുന്നത് പോലെ രാഹുൽ ഗാന്ധിക്ക് വോട്ട് കുറയുമോ, അത് മാത്രമേ ഉള്ളൂ ആലോചിക്കാം. അതെ, അതാണ് അതുകൊണ്ട് ഈ രാഹുൽ ഗാന്ധിക്ക് വെറുതെ ആ സീറ്റ് വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെയാണ് അവിടെ കെ സുരേന്ദ്രനെ പാർട്ടി നിർത്തുന്നത്. അല്ലെങ്കിൽ സുരേന്ദ്രന് സത്യത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. പാർട്ടി പ്രസിഡന്റാണ്, അദ്ദേഹത്തിന് എല്ലാ മണ്ഡലത്തിലും പോകാനുള്ള അവസരം ഇതോടെ തടഞ്ഞു. അതെ, സംഘടനാ പ്രവർത്തനങ്ങൾ നടത്താം എന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷെ അദ്ദേഹം അവിടെ ഹെൽഡപ്പായി. പിന്നെ അദ്ദേഹം അത് ശരിക്കും ഒരു സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം അവിടെ തെളിയിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണല്ലോ ഈ ഗണപതി വട്ടം എന്നൊരു വിവാദം ഉടലെടുത്തതും ചർച്ച ചെയ്യപ്പെട്ടതും. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണം. അതെ, സുൽത്താൻ ബത്തേരിക്ക് അങ്ങനെ ഒരു പേര് മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ശരിയാണ്. സ്ഥലനാമ ചരിത്രത്തിൽ ഞാൻ അത് പരിശോധിച്ച് നോക്കി. അതെ, അത് പിന്നെ ഗണപതി വട്ടം എന്ന സ്ഥലത്ത് 1796 കാലത്ത് ഈ ടാങ്ക് കൊണ്ടുവന്ന് സുൽത്താൻ ഇട്ടിരുന്നു. അതിന് കന്നഡ ഭാഷയിൽ അതിന് ബാറ്ററി എന്ന് പറയുന്നത്. ബാറ്ററിയാണ് ബത്തേരിയായത്. അങ്ങനെ സ്ഥലനാമ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അത് വാലത്തിൻ്റെ പുസ്തകത്തിൽ വാലത്ത്. അപ്പോൾ അത് അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ മത്സരത്തിന് അദ്ദേഹത്തിന് മറ്റ് സ്ഥലങ്ങളിലൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്ത്യ ബ്ലോക്കിലെ ഒരു ഘടകകക്ഷി സ്ഥാനാർത്ഥിയോടാണ് അദ്ദേഹം അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ഈ CPIയും കോൺഗ്രസും BJPയുമാണ് അവിടുത്തെ ആ ഒരു പൊരുത്തക്കേട്, അവരുടെ മുന്നണി ബന്ധങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു പൊരുത്തക്കേട് രാഹുൽ ഗാന്ധി നേരിടുന്നുണ്ട്. അത് ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് വലിയ ക്ഷീണം ഉണ്ടാക്കി. മോദി അവസാനം വയനാട്ടിൽ രാഹുൽ ഗാന്ധി തോൽക്കുമെന്ന് പറയുന്ന നിലവരെ ഉണ്ടായി. അതുകൊണ്ട് അമേഠിയിൽ ഒന്നുകൂടി മത്സരിക്കുന്ന നന്നായിരിക്കും. പിന്നെ രാജ്നാഥ് സിംഗ് അദ്ദേഹത്തെ കളിയാക്കി, വിക്ഷേപണത്തറയില്ലാത്ത ഉപഗ്രഹമാണ് അദ്ദേഹം എന്നൊക്കെ പറയുന്ന തരത്തിൽ വന്നു. എന്നാലും രാഹുൽ ഗാന്ധി തോക്കുമെന്ന് പറയാനുള്ള ധൈര്യം ആർക്കും ഇപ്പോഴില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെയും കൂടി സ്ഥാനാർത്ഥിയാണല്ലോ. അതെ, മുസ്ലിം ലീഗ് UDFൻ്റെ ഘടകകക്ഷിയാണ്. പിന്നെ മലപ്പുറത്തെ മുസ്ലിം ഭൂരിപക്ഷം പറയാൻ പ്രയാസമായതുകൊണ്ടാണ് കൊടി ഉയർത്താതിരുന്നത്. അവിടെ ഏറ്റവും വലിയ കൗതുകം കൊടി മുന്നണിയുടെ ഒരു പാർട്ടിയുടെയും കൊടി ഉയർത്തണ്ട, ഇവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പതാക ഒരു കീറത്തുണിയാണ് എന്ന് അവർ ഭംഗ്യന്തരേണ ജനങ്ങളോട് പറഞ്ഞു. അതാണ് ഈ വയനാട്ടിലെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ കൗതുക വാർത്ത. അപ്പോൾ രാഹുൽ ഗാന്ധി ജയിക്കുമെന്നതിനെക്കുറിച്ച് രണ്ടഭിപ്രായമില്ല. CPIയുടെ പ്രമുഖ ദേശീയ നേതാവ് ആനി രാജ അവിടെ ഒരു ലൂസിംഗ് ബാറ്റിലാണ് നടത്തുന്നത്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നിന്നപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നുള്ളൊരു വിശ്വാസം ആളുകൾക്കുണ്ടായിരുന്നു. ഇപ്പം അതില്ല. അദ്ദേഹത്തിന് 4.5 ലക്ഷം വോട്ട് കിട്ടി, ഭൂരിപക്ഷം കഴിഞ്ഞ തവണ. ഏതായാലും അത് നേർപകുതിയായി കുറയാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ തവണ മറ്റേ തുഷാർ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു DCC പ്രസിഡന്റ് BJP ചേർന്നു. സുധാകരൻ എന്ന പേരുള്ള ഒരാൾ കഴിഞ്ഞ ദിവസം BJP ചേർന്നു. അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാരണം, ഞങ്ങളുടെ MPയെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കേരളത്തിൽ വരേണ്ടതായിരുന്നു. എന്താണ് കാരണം എന്നറിയില്ല, ആ യാത്ര റദ്ദാക്കി.
അതെ അതെ. ആ സമയത്ത് അദ്ദേഹം വേറെ എവിടെയെങ്കിലും പ്രചാരണത്തിന് പോയതായിട്ട് പറഞ്ഞുകൂടാ. ഇല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാതാവുന്നൊരു കഥാപാത്രമാണ്. അത് ഡൽഹിയിലെ റാലിയിൽ കൈ ഉയർത്തിപ്പിടിക്കാൻ രാഹുൽ കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്. വേറൊരു സ്ഥലത്ത് 2 കസേര ആളില്ലാത്തത് കൊണ്ട് വെറുതെ ഇട്ടിരുന്നു. അത് കെജ്രിവാളിൻ്റെയും ജയിലിലുള്ള 2 പേരുടെ. അതൊക്കെ പിന്നെ ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് വേദിയിലെ ചില തറവേലകൾ. വയനാട് സുരേന്ദ്രന് നല്ല പരിചയമുള്ള സ്ഥലമാണ്. അവിടെ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അവിടെ തോട്ടത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അല്ല, ആനി രാജയേക്കാൾ കൂടുതൽ വോട്ട് സുരേന്ദ്രൻ പിടിക്കുമോ എന്നാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അത് തള്ളിക്കളയാൻ പറ്റില്ല. ഈ കാരണം ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സ്ഥിതി, പിന്നെ സുരേന്ദ്രൻ ഉയർത്തുന്ന ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് അവിടെ. പിന്നെ രാഹുൽ ഗാന്ധിയുമായിട്ട് മത്സരിക്കുന്നു എന്നുള്ളതാണ് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു കീ കണ്ടസ്റ്റാണല്ലോ അവിടെ. അപ്പോൾ അത്തരത്തിലുള്ള ശ്രദ്ധേയമായ ഒരു നിലപാട്. അപ്പോൾ ആനി രാജ ആ ഇന്ത്യ ബ്ലോക്കിലെ തന്നെ ഒരു ഘടകകക്ഷിയാണ്. പിന്നെ സുരേന്ദ്രൻ എന്നിടത്തൊക്കെ നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട്. ഉണ്ട്. പത്തനംതിട്ട കഴിഞ്ഞ കാസർഗോഡ് ജയിക്കേണ്ടതാണ്. അസംബ്ലിയിലേക്ക് 80 വോട്ടിനോ മറ്റോ ആണ് പിന്നിൽ പോയത്. അത് ഹൈക്കോടതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് കേസായി വരികയും ചെയ്തു. അപ്പോൾ വയനാട്ടിലെ സ്ഥിതി ഇതാണ്. എങ്കിലും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഒരുപാട് വെറുപ്പ് കേരളത്തിലെ പ്രചാരണ രംഗത്ത് ഉൽപ്പാദിപ്പിക്കുകയാണ് ഉണ്ടായത്. രാഹുൽ ഗാന്ധിയുടെ പിണറായി വിജയനുമായിട്ടുള്ള പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്തെന്ന് ആവർത്തിച്ച് 2 ദിവസം രാഹുൽ ഗാന്ധി കേരളത്തിലുണ്ടായിരുന്ന പ്രിയങ്ക ഗാന്ധി പ്രസംഗിച്ചു. പ്രിയങ്ക വന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് അൻവറിന്റെ ആ DNA പരാമർശവും ദേശീയ ചാനലിൽ ഞാൻ കണ്ടു. അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ രാഹുൽ ഗാന്ധിക്കെതിരെ ആയതുകൊണ്ടാണത് നാഷണൽ ചാനലിലും അത് എടുത്തിരുന്നു. ഏതായാലും തിരഞ്ഞെടുപ്പ് വാർത്തകളൊന്നും ശുഭകരമല്ലെങ്കിലും രാഹുൽ ഗാന്ധി തോൽക്കുമെന്ന് നമ്മൾ പറയുന്നില്ല. അവിടെ നിന്ന് നമ്മൾ തൊട്ടടുത്ത കോഴിക്കോട്ടെത്തിയാൽ, കോഴിക്കോട്ട് മണ്ഡലത്തിൽ ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ്. അവിടെ സിറ്റിംഗ് MP MK രാഘവനുണ്ട്. പിന്നെ CPIM-ൻ്റെ എളമരം കരീം മത്സരിക്കുന്നു. MD രമേശ് BJPയെ പ്രതിനിധീകരിച്ച് നല്ല പോരാട്ടം നടന്നു. നല്ല പോരാട്ടമാണ്. അപ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ വോട്ട് എന്തായിരിക്കും? അതായത് അങ്ങനെ ഈ മറ്റ് സ്ഥലങ്ങളിലൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും മലബാറിൽ നിന്ന് ഒരു 3-4 സീറ്റ് ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ മുസ്ലിം പ്രീണനത്തിൻ്റെ തോത് കൂട്ടിയത് CPM. അതെ അതെ അതെ. അത് ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ പിണറായി വിജയൻ്റെ പ്രചാരണത്തിൽ അങ്ങനെയായിരുന്നു. CAA-ക്കെതിരായ ഒരാഞ്ഞടി ആയിരുന്നു. പിന്നെ മലബാറിൽ ഈ സമസ്തയ്ക്ക് മുസ്ലിം ലീഗിനോടുള്ള വിരോധം, പ്രത്യേകിച്ച് PA സലാമിനോട്, ജനറൽ സെക്രട്ടറിയോട് ഉള്ള വിരോധം, സുന്നി മർക്കസിൻ്റെ അബൂബക്കർ മുസ്ലിയാരുടെ നിലപാട്, പിന്നെ മറ്റേ മുക്കം ഉമർ ഫൈസി കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അത് കുറേ കാലമായിട്ടുള്ളതാണ് ഈ സമസ്തയും മുസ്ലിം ലീഗുമായിട്ടുള്ള ഈ അകൽച്ച. കാരണം അത് പാണക്കാട് തങ്ങളുണ്ടായിരുന്ന കാലത്ത് നല്ല ബന്ധമായിരുന്നു. ഇപ്പം അതങ്ങനെയല്ല എന്ന് കഴിഞ്ഞ ദിവസം മറ്റേ സമസ്ത പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിൽ മറ്റേ മുസ്ലിം വോട്ട് അനുകൂലമാക്കാം എന്ന ധാരണയിലാണ് ഈ പ്രീണന രാഷ്ട്രീയം CPM കൊണ്ട് നടന്നിരുന്നത്. പക്ഷേ ആ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊരു കൺസോൾട്ടേഷൻ, ധ്രുവീകരണം ഉണ്ടാകും എന്നുള്ളതാണ്. ആ ധ്രുവീകരണത്തിന് സ്കോപ്പുള്ള സ്ഥലമാണ് കോഴിക്കോട്. ഒരു ഹിന്ദു ധ്രുവീകരണം. അതിൽ അങ്ങനെ നടക്കുമ്പോൾ എന്തു പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രീണന രാഷ്ട്രീയം ഇഷ്ടമല്ലാത്ത അണികൾ ഇപ്പോൾ CPM-നുണ്ട്. അവിടെ ഈ തിരുവമ്പാടി ഉൾപ്പെട്ട സ്ഥലമാണ്. CPM ചില വൈതണികൾ നേരിടുന്ന ഒരു പ്രദേശമാണ്. അവിടെ പിന്നെ പാർട്ടിക്കകത്ത് ഈ ലവ് ജിഹാദിനെ ചൊല്ലിയൊരു നേതാവിനെ അവർക്ക് തള്ളിപ്പറയേണ്ടി വന്നു, ജോർജ് തോമസിനെ. അപ്പം തിരുവമ്പാടി ബിഷപ്പിൻ്റെ കമൻ്റുണ്ട്. അപ്പോൾ അവിടെ സഭയുടെ വോട്ടും വളരെ നിർണായകമാണ്. ഈ മുസ്ലിം വോട്ട് പോലെ തന്നെ സഭയുടെ വോട്ടും ഡിസൈസീവാണ് അവിടെ. അപ്പോൾ അത് ഒരു ചെരിതിരിവ് വരികയാണെങ്കിൽ അത് പ്രായണ കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണയാണത്.
അപ്പോൾ അത് നഷ്ടപ്പെട്ട രാഘവൻ്റെ നില പരുങ്ങലിലാണ്. പിന്നെ അത് രാഘവൻ്റെ വോട്ടുകൾ, രാഘവന് നഷ്ടപ്പെടുന്ന വോട്ടുകൾ കരീമിന് പോകുമോ എം ഡി രമേശിന് പോകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഈ സഭകളിലൊക്കെ മുമ്പത്തെ പോലെ ഒരു ഒത്തൊരുമ കാണുന്നില്ല. ഡിവിഷൻ എല്ലാത്തിലും കാണുന്നുണ്ട്. ഓർത്തഡോക്സ് സഭയിൽ കാണുന്നുണ്ട്, യാക്കോബ സഭയിൽ കാണുന്നുണ്ട്. ഈ മാർത്തോമ സഭയാണ് കുറച്ചുകൂടി, അവർ പണ്ടേ അങ്ങനെയാണ്, അത് വോട്ടർമാരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നൊരു നിലപാട് അവർക്ക് പരമ്പരാഗതമായി തന്നെ ചെയ്യാറുണ്ട്. ഏറ്റവും വലിയ സഭ ഏതായാലും കത്തോലിക്ക സഭയാണ്. അവർക്ക് ആ ഭാഗത്ത് നല്ല സ്വാധീനവും ഉണ്ട്. അവിടെ കേരള സ്റ്റോറി ഒരു രൂപതയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. അവിടെ വേണ്ടെന്ന് വെച്ചവരാണ്. അതെ അതെ. പക്ഷെ വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ പള്ളിക്കകത്ത് പ്രദർശിപ്പിക്കേണ്ടെന്നേ ഉള്ളൂ, പാരിഷ് ഹോളിലാകാമെന്നേ അതിനർത്ഥമുള്ളൂ. ആ സിനിമയുടെ കണ്ടന്റിനെ കുറിച്ച് അവർക്ക് യാതൊരു എതിരഭിപ്രായവും ഒരു എതിരഭിപ്രായമില്ല. വളരെ അനുകൂലമാണ്. കാരണം ആ ഭാഗത്തൊക്കെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ വിവരാവകാശം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് എടുത്തത് കണ്ടു. 5200 പെൺകുട്ടികൾ ഇവിടെ കാണാതായിട്ടുണ്ട്. അതെ, അത് ശരിയാണ്. അത് ചർച്ച പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ആ കണക്ക്. അതെ, അങ്ങനെ ഒരു കണക്ക് പറഞ്ഞിരുന്നു. പക്ഷെ വിവരാവകാശ ഇതൊക്കെ രേഖ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. ഇങ്ങനെ ബംഗളൂരിൽ ഒരാൾക്ക് 4-5 ദിവസം മുമ്പ് കൊടുത്തതാ, തികച്ചും ഒഫീഷ്യലായിട്ടൊക്കെ. അതെ. അപ്പോൾ കോഴിക്കോട് ഈ കരീമിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുക വഴി CPM സൈസബിൾ മുസ്ലിം വോട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു വോട്ടർമാർക്കിടയിൽ ഒരു കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ടാക്കുക, UDFന് പോകാമെന്ന വോട്ടിൽ കുറച്ചെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാണല്ലോ അങ്ങനെ ചെയ്തത്. അതെ, അങ്ങനെ ചെയ്തത്. അപ്പോഴാണ് മറ്റേ SDPAയുടെ വോട്ടുകൾ UDFനാണ് അവർ പരസ്യമായിട്ട് പ്രഖ്യാപനം വന്നു. അത് CPM പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് വെൽഫെയർ പാർട്ടി ഇങ്ങനത്തെ സംഗതികൾ മൊത്തം ഒരു കൺസോൾട്ടേഷൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. ആ കൺസോൾട്ടേഷൻ മുസ്ലിം വോട്ടുകളിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടത് കരീമിന് അനുകൂലമായിട്ട് വരാൻ സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിലും കേന്ദ്രത്തിലൊരു ഭരണം പിന്നെ നമ്മൾ പറഞ്ഞ ഈ സഭയിലുള്ള ഡിവിഷൻ്റെ വോട്ട് ചിലപ്പോൾ രമേശന് ആനുകൂല്യം കിട്ടാം. CPMൽ നിന്ന് ചോരുന്ന വോട്ടും രമേശന് കിട്ടാം. എന്തായാലും BJPയുടെ വോട്ട് അവിടെ കൂടും മുമ്പത്തെക്കാളും. അതെ അതെ. പിന്നെ 2019 മുസ്ലിം വോട്ടുകൾ UDFനായിരുന്നു. സൈസബിൾ വോട്ടും 67% വരെ UDFന് കിട്ടി. കാരണം എന്ന് പറഞ്ഞാൽ അത് CPMന് വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് 19 സീറ്റിലും UDF ജയിച്ചു. ആ സ്ഥിതി ഇപ്പോഴും ഇല്ലേ, മലബാറിലെങ്കിലും ഉണ്ട്. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടം. അവരുടെ പാർട്ടിയുടെ അംഗീകാരത്തിൻ്റെ പ്രശ്നമാണ്. മലബാറിലെങ്കിലും 1-2 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ പാർട്ടിയുടെ ചിഹ്നം പോലും പോകും. മരപ്പെട്ടി ചിഹ്നമാകുമെന്ന് അവർ തന്നെ പറയുന്നു. അപ്പോൾ പാർട്ടിയുടെ അരിവാൾ ചുറ്റികളിന് പകരം മരപ്പെട്ടി വരുന്നത് തടയേണ്ട അത്യാവശ്യം മലബാറിലെ CPM കേഡേഴ്സിനുള്ളതാണ്. അപ്പോൾ അതിന് കണ്ണൂരിൽ നിന്നോ വടകരയിൽ നിന്നോ കോഴിക്കോട്ടിൽ നിന്നോ കിട്ടിയില്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് കിട്ടും? അതെ, അത് പക്ഷേ ആ ബോംബ് സംഭവമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ അനുരണനങ്ങളുള്ള സ്ഥലങ്ങളാണ് ഈ കോഴിക്കോടും വടകരയും കണ്ണൂരും കാസർഗോഡും. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന പല മണ്ഡലങ്ങളിലും അതിൻ്റെ TP ചന്ദ്രശേഖരൻ വധത്തിൻ്റെ പിന്നെ മറ്റേ ശരത് ലാൽ സംഭവം ഒക്കെ ഉണ്ടല്ലോ, കൃപേഷ്, കാസർഗോഡും ഒക്കെ ഉണ്ടല്ലോ, ഇരട്ടക്കൊല. അതെ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളുള്ള മണ്ഡലങ്ങളാണ്. ഈ CPMന് വിചാരിച്ചതുപോലെ ഒരു ആനുകൂല്യം മലബാറിൽ കാണുന്നില്ല പൊതുവെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കോഴിക്കോട്ടെ സ്ഥിതിയാണ്. ഇപ്പോൾ കോഴിക്കോട്ട് ആര് ജയിക്കും? കോഴിക്കോട് ഈ നമ്മൾ ഈ പറഞ്ഞതൊക്കെ കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ ഒരു UDF ആനുകൂല്യം. കാരണം കുറേ വോട്ട് BJP സഭയിൽ നിന്ന് പോലും പോകുന്നുണ്ട്. CPM അണികളുടെ വോട്ട് പോകുന്നുണ്ട്. മുസ്ലിം വോട്ടും പ്രതീക്ഷിച്ച പോലെ കിട്ടുന്നില്ല. രണ്ടാം സ്ഥാനത്ത് പിന്നെ രമേശ് ആകുമോ കരീമാകുമോ എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. അതെ. നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ മലപ്പുറത്തേക്കും പൊന്നാനിയിലേക്കും പോയാൽ അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിയെപ്പറ്റി തർക്കിക്കേണ്ട കാര്യം തന്നെ ഇല്ല. സത്യത്തിൽ ഇല്ലെങ്കിലും ആ KS ഹംസയ്ക്ക് ഈ സമസ്തയുടെ ഒരു പിന്തുണ ഉണ്ട്, വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ വോട്ടുകൾ കുറയ്ക്കാനായിട്ട് ഹംസയ്ക്ക് കഴിയും എതിർ സ്ഥാനാർത്ഥിയുടെ.
അത് മലപ്പുറത്തെ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ഒരു സംശയം ഉന്നയിക്കുന്നത് മലപ്പുറത്തും പൊന്നാനിയിലും ഉന്നയിക്കുന്നത് പ്രബുദ്ധതയ്ക്ക് നിരക്കുന്നതല്ല. അത് നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ സ്ഥിരം ചിഹ്നങ്ങളാണ്. അവിടെ നിന്ന് പാലക്കാട്ടേക്ക് പോയാൽ ശരിയായ ഒരു രാഷ്ട്രീയ മത്സരം നടക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. സിറ്റിംഗ് MLA ക്ഷമിക്കണം, സിറ്റിംഗ് MP, കൂടാതെ കൃഷ്ണകുമാർ BJP, പിന്നെ CPM-ൻ്റെ പ്രമുഖ നേതാവ് പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ. അപ്പോൾ ഇവരുടെ ഒരു ത്രികോണ മത്സരമാണ് ഇത്. പാലക്കാട് കേരളത്തിൽ BJPക്ക് ഏറ്റവും സ്വാധീനമുള്ള 3-4 പ്രദേശങ്ങളിലൊന്നാണ്. ശോഭാ സുരേന്ദ്രൻ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ മത്സരിക്കുമ്പോൾ 2 അസംബ്ലി സെഗ്മെൻറ്റിൽ അവർക്ക് മുൻതൂക്കം ഉണ്ടായിരുന്നു. അന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി BJP ഭരണകക്ഷിയാണ്. അപ്പോൾ ഈ നിലയിൽ അടിത്തറയുള്ള, നേരത്തെ തന്നെ BJP രാഷ്ട്രീയത്തിന് പേരുകളുള്ളൊരു സ്ഥലമാണ്. നേരത്തെ ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ ജയസാധ്യതയ്ക്ക് അടുക്കുക വരെ ചെയ്തു, തുടർച്ചയായിട്ട് ലീഡ് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്ത് ഇപ്പോൾ BJP സ്ഥാനാർത്ഥിക്കുള്ള പ്രതീക്ഷ എന്താണ്? അവിടെ വിജയരാഘവൻ ജയിക്കുമോ? നിലവിലെ MP കോൺഗ്രസ് പ്രതിനിധി ജയിക്കുമോ? കോൺഗ്രസിൻ്റെ പ്രതിനിധി ജയിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. മറ്റേ മാധ്യമങ്ങളിലെ പോളുകളിലൊക്കെ സംശയാസ്പദമായിട്ട് ആണ് കണ്ടിരുന്നത്. വിജയരാഘവനും സാധ്യതയുണ്ടെന്നൊക്കെ. വിജയരാഘവൻ വന്നു നിന്നപ്പോൾ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു. ആദ്യ റൗണ്ടിലൊക്കെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ അവസ്ഥയിൽ നിന്നൊക്കെ വളരെ മാറിയിട്ടുണ്ട്. BJPയുടെ കൃഷ്ണകുമാറിന് സാമാന്യം നല്ല വോട്ട് ഈ സർവേകളിലൊന്നും അത് കാണുന്നില്ലെങ്കിലും 13%, 14% ഒക്കെ സർവേകൾ കൊടുക്കുന്നുള്ളൂ. അങ്ങനെയൊന്നും ആയിരിക്കില്ല. അതൊരു 20-ന്റെ മുകളിലൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. അതെ, 20%-ലേറെ വോട്ട് കൃഷ്ണകുമാർ പിടിക്കുമെന്നുള്ള ഉറപ്പാണ്. പക്ഷേ എന്നാലും അദ്ദേഹത്തിന് ഒരു വിജയപീഠത്തിലെത്തിക്കുന്ന തരത്തിൽ ഇനിയും പാലക്കാട് BJPക്ക് അനുകൂലമായിട്ടില്ല എന്ന് വേണം കരുതാൻ. അതങ്ങനെ വേണം കരുതാൻ. അതെ. അവിടെ നമ്മൾ ആലത്തൂരിലേക്ക് വന്നാൽ അവിടെ ഇതൊക്കെ നിലവിലെ പിണറായി മന്ത്രിസഭയിലെ സാമാന്യ ഭേദപ്പെട്ട ഒരു മന്ത്രി K. രാധാകൃഷ്ണൻ മത്സരിക്കുന്നു. കൂടാതെ അവിടുത്തെ സിറ്റിംഗ് MP രമ്യ ഹരിദാസ് മത്സരിക്കുന്നു. TN സരസു എന്ന റിട്ടയർഡ് ഗവൺമെൻറ് കോളേജ് പ്രിൻസിപ്പൽ മത്സരിക്കുന്നു. മോഡിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിലെ സ്ഥാനാർത്ഥികളിൽ ഒന്നാണ് സരസു. അദ്ദേഹം അവരോട് നേരിട്ട് സംവദിക്കാറുണ്ട്. കരുവന്നൂർ ബാങ്ക് സ്കാം കേസിലെ സരസുവിൻ്റെ നിവേദനം പ്രധാനമന്ത്രി ശിരസാവഹിക്കുക കൂടി ചെയ്തു. ആ സാഹചര്യത്തിൽ ആലത്തൂരിലെ പൊതു രാഷ്ട്രീയ സ്ഥിതിയെപ്പറ്റി അങ്ങയുടെ വിലയിരുത്തൽ? ആലത്തൂരിൽ രമ്യ ഹരിദാസ് വളരെ മുന്നേറിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഈ K. രാധാകൃഷ്ണൻ ആദ്യം തന്നെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള മട്ടിലൊക്കെ. പക്ഷേ അദ്ദേഹത്തിനെ മറ്റേ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാനാണോ എന്നുള്ള സംശയവും ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വകുപ്പിലുള്ള ഈ ഭരണം, ആ വകുപ്പിലെ ഭരണം വേണ്ടത്ര കാര്യക്ഷമമായിട്ടല്ല പോകുന്നതെന്ന് മുഖ്യമന്ത്രിക്കൊരു അഭിപ്രായമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒഴിവാക്കാനാണെന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സമ്പത്തും അദ്ദേഹവും തമ്മിലൊരു ശീതസമരം ഉണ്ടായി. അതെ, അതൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ആ മന്ത്രിസഭയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള അംഗം K. രാധാകൃഷ്ണനാണ്. പക്ഷെ ആ പരിഗണനയൊന്നും രാധാകൃഷ്ണന് കിട്ടിയില്ല. അദ്ദേഹത്തിന് മെച്ചപ്പെട്ട വകുപ്പുകളും കൊടുത്തിരുന്നില്ല. പിന്നെ പലതരം വിവാദങ്ങളിലുമൊക്കെ ഈ വിളക്കിൻ്റെയൊക്കെ വിവാദവും ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലുമൊക്കെ ചെന്ന് പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മന്ത്രിയായി തന്നെ ഇവിടെ തുടരട്ടെ എന്ന് വോട്ടർമാർ വിചാരിക്കില്ലേ എന്നൊരു സംശയം പലപ്പോഴും ഉയർന്നു കേട്ടിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ വിവാദത്തിൽ ദേവസ്വം മന്ത്രി എവിടെ എന്ന് ചോദിക്കുന്ന ഒരു ഒറ്റപ്പെട്ടതെങ്കിലും ചില ശബ്ദങ്ങൾ. അതെ, അദ്ദേഹം അതേപ്പറ്റി ഒരു എന്തെങ്കിലും അഭിപ്രായം പറയുകയോ അവിടെ ഓടിയെത്തുകയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം
പറയാം എന്ന് വിചാരിച്ചിട്ടാണോ? പക്ഷേ മന്ത്രി രാജൻ അവിടെ ഉണ്ടായിരുന്നു. രാജന് ചാർജ് ഉണ്ടായിരുന്നു. എന്നാലും ദേവസ്വം മന്ത്രി എന്താണ് സംഭവം എന്നൊക്കെ അന്വേഷിക്കേണ്ടതാണ്. റവന്യൂ മന്ത്രിക്കൊപ്പം ദേവസ്വം മന്ത്രിയുടെ സാന്നിധ്യം മന്ത്രി എന്ന നിലയിലില്ലായിരുന്നു. അതെ അതെ അപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയായതിൻ്റെ പരിമിതിയായിരുന്നോ അതൊന്നറിയില്ല. എന്നാലും ആലത്തൂരിലെ സരസുവിൻ്റെ സ്ഥാനാർത്ഥിത്വം നമുക്ക് തീരെ അവഗണിക്കാവതല്ല. അവര് വിളിച്ചിട്ടാണ് ആ കരുവന്നൂരിലെ ഒരു സ്കീം കേന്ദ്രം നടപ്പാക്കാൻ പോകുന്നത്. മറ്റേ നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കുന്ന പരിപാടിയും ഒക്കെ. അതിനൊരു പുതിയ നിയമനിർമ്മാണം പോലും വന്നു. അതെ, സരസു എന്തായാലും നല്ല സ്ഥാനാർത്ഥിയാണ്. അതെ അതെ അതെ. എന്നാലും ഹരിദാസ് രമ്യക്കാണ് സാധ്യത. ആണ് കോൺഗ്രസിൻ്റെ ഒരു ബേസ് അവിടെ മാറുന്നില്ല. അതെ. നമ്മൾ ആലത്തൂരിൽ നിന്ന് വടകരയിലേക്ക് വന്നാൽ വടകര എന്ന മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ വിശദമായി നേരത്തെ ചർച്ച ചെയ്തതാണ് അവിടുത്തെ രാഷ്ട്രീയം. അപ്പോൾ അവിടുത്തെ ജയാപജയത്തെക്കുറിച്ചും നമ്മളന്ന് പറഞ്ഞിരുന്നു. അതെ, നമ്മൾ സാധ്യത ഷാഫിക്കാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ കാരണം ഒരുപാട് നെഗറ്റീവായ ഫാക്ടേഴ്സ് തുറച്ചു നോക്കി ശൈലജയെ. അപ്പോൾ രാധാകൃഷ്ണൻ്റേതുപോലെ പാർട്ടിയുടെ ബലിയാണ്. മാത്രമല്ല മറ്റേ അവര് കണ്ണുവെച്ചിരുന്ന LDF കണ്ണുവെച്ചിരുന്ന മുസ്ലിം വോട്ട് റോഡ് ചെയ്യുന്ന പോലെയാണല്ലോ, ഒലിച്ചു പോകുന്നതാണ് കാണുന്നത്. ലെഫ്റ്റിനത് കിട്ടാനൊരു സാധ്യതയില്ല. അതെ അതെ. പിന്നീട് കണ്ണൂരാണ്. MP ജയരാജനാണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി. അവിടെ സിറ്റിംഗ് MP K സുധാകരനുണ്ട്, BJPയുടെ രഘുനാഥ്. അതെ. അപ്പോൾ കണ്ണൂരിൽ നമുക്ക് സുധാകരൻ്റെ ഒരു വീറും വാശിയും ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നില്ല, പ്രകടമായില്ല. അദ്ദേഹവും മാറി നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു, നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കേരളത്തിൽ നിന്നുള്ള കൂടുതൽ സീറ്റുകൾ, കേരളമാണല്ലോ കൂടുതൽ സീറ്റ് ഉറപ്പുള്ളൊരു സ്ഥലം കോൺഗ്രസിന്. അപ്പോൾ ഒരു സുധാകരൻ തന്നെ നിൽക്കണം എന്നുള്ളത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു മുഖ്യമായി. അത് സുധാകരൻ ആ വിശ്വാസം കാത്തു രക്ഷിക്കാൻ പറ്റുമോ? കോൺഗ്രസിന് അത് നിലനിർത്തി കൊടുക്കാൻ പറ്റുമോ? അത് വളരെ സംശയമുള്ളൊരു സ്ഥലമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ രഘുനാഥൻ കോൺഗ്രസിൻ്റെ കുറച്ച് വോട്ട് പിടിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരാളാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടുകൾ രഘുനാഥൻ പിടിക്കുമ്പോൾ അത് MP ജയരാജന് ഗുണകരമാവും. അത് അതെ അതെ അതെ. അങ്ങനെ വരികയാണെങ്കിൽ ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരുപക്ഷെ കേരളത്തിൽ ലഭിക്കാവുന്ന ഏക സീറ്റ് അതാകാം. പക്ഷേ അതിൽ നമ്മൾ കാണേണ്ടത് അതേസമയം UDFൻ്റെ ഒരു തരംഗം ഉണ്ടെങ്കിൽ സുധാകരനും ജയിച്ചു വരും, അതിൽ രക്ഷപ്പെട്ടു പോകും. അതാണ്. MP ജയരാജനെ തള്ളിക്കളയാൻ പറ്റില്ല. അവിടെ കണ്ണൂരാണ് MP ജയരാജൻ്റെ തട്ടകം. അപ്പോൾ അവിടെ കിടന്നാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ഓരോ വോട്ടർമാരെയും പേര് വിളിച്ച് അറിയാവുന്നൊരു രാഷ്ട്രീയ പരിചയമുള്ള ആളാണ്. MLA ആയിരുന്നു, പിന്നെ സഹകാരിയായിരുന്നു, അവിടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു പാർട്ടിയുടെ. പിന്നെ അങ്ങനെ പല നിലയിൽ ജില്ലാ സെക്രട്ടറി. MP ജയരാജൻ ആ തരത്തിൽ വലിയ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, പാർട്ടിയുടെ നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ വോട്ട് അദ്ദേഹം മുന്നിലെത്തണമെങ്കിൽ UDFൻ്റെ വോട്ട് വിഭജിച്ച് പോകണം. അത് മൊത്തത്തിൽ കണ്ണൂർ സിറ്റി ഉൾപ്പെട്ട പ്രദേശം കോൺഗ്രസിന് അനുകൂലമായൊരു വളരെ അനുകൂലമായ സ്ഥലമാണ്. പക്ഷെ കണ്ണൂർ റൂറലിലേക്ക് പോകുമ്പോൾ ജയരാജൻ പാർട്ടി ഗ്രാമങ്ങളൊക്കെ ഏറെക്കുറെ കൂടുതലുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് നമ്മൾ കാസർഗോട്ടേക്ക് പോവുകയാണ്. നമ്മുടെ TV ഭാഷയിൽ പറഞ്ഞാൽ വോട്ടർ വണ്ടി. അപ്പോൾ അവിടെ ചെന്നാൽ കാസർഗോഡ്, കാഞ്ഞങ്ങാട്, നീലേശ്വരം, പയ്യന്നൂർ മുതൽ ഇപ്പോൾ തളിപ്പറമ്പ് മുതൽ അങ്ങോട്ട് കാസർഗോഡ് മണ്ഡലമാണ്. അപ്പോൾ അവിടുത്തെ പൊതുസ്ഥിതി എങ്ങനെയാണിപ്പോൾ? BJPക്ക് A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ് കാസർഗോട്ട്. BJPയുടേത് നല്ല ശക്തിയായ സ്ഥാനാർത്ഥിയാണ്. അതെ അതെ. പിന്നെ കാസർഗോഡ് തെക്കൻ കർണാടകത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. BJP രാഷ്ട്രീയത്തിൻ്റെ സംസ്കാരം അവിടെ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ബക്കളം മുതൽ നീലേശ്വരം, കാഞ്ഞങ്ങാട് ഏരിയ. കാരണം മുസ്ലിം രാഷ്ട്രീയത്തിന് ബദലായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം വളർന്നു വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ തെക്കേ അറ്റത്ത് നിന്ന് പോയി രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ തവണ അവിടുത്തെ രാഷ്ട്രീയ ഭൂപടം മാറ്റിവരച്ചു കളഞ്ഞു. അപ്രതീക്ഷിതമായ അല്ലെങ്കിലും ഫൈറ്റ് ചെയ്ത്
അതുവരെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും തോറ്റിട്ടുള്ള കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിനാണ് ജയിച്ചിട്ടുള്ളൂ രാജ്മോഹൻ ഉണ്ണിത്താൻ. ആദ്യമായിട്ട് ഇപ്പോൾ കാസർഗോഡ് പാർലമെൻറ്റ് സീറ്റിലാണ് ഉണ്ണിത്താൻ ജയിക്കുന്നത്. പക്ഷേ ഉണ്ണിത്താൻ ഒരു ഡൗൺ ടു എർത്ത് കാൻഡിഡേറ്റായിട്ട് തോന്നും. എല്ലാവരോടും വളരെ ആത്മാർത്ഥതയോടെ ഇടപെടുന്ന ഒരാളായിട്ട് തോന്നും. തോളെ കൈയിട്ട് പോയി ജനങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുവാനുള്ളൊരു പ്രത്യേക വാസന ഉണ്ണിത്താൻ്റെ ശൈലിയിലുണ്ട്. ഉണ്ണിത്താൻ കോളേജിൽ എൻ്റെ സമകാലികനായിരുന്നു. അന്ന് അവിടെ KSUവിന് അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഉണ്ണിത്താൻ വഹിച്ച പങ്ക്. ഉണ്ണിത്താൻ പ്രീ ഡിഗ്രിക്കൊക്കെ വന്ന് ചേരുന്ന കൊച്ചു കുട്ടികളെ അവരുടെ അടുത്ത് ചെന്ന് നിന്ന് അവരുടെ വീട്ടുകാരിയൊക്കെ ചോദിച്ച് സ്വകാര്യമൊക്കെ ചോദിച്ച് വശത്താക്കും. ആ ഒരു ശൈലി ഉണ്ണിത്താൻ അതിനുവേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി ഫസ്റ്റ് DC നിന്ന് തേർഡ് DC എത്തിയതിന് ശേഷം വീണ്ടും ഫസ്റ്റ് DCക്ക് ഹാജരില്ലെന്ന് പറഞ്ഞ് 6 കൊല്ലം ഡിഗ്രിക്ക് പഠിച്ച ആളാണ്. അതാണ് ഉണ്ണിത്താൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം. ഞങ്ങളന്ന് അതൊക്കെ പറഞ്ഞ് തമാശയായിട്ട് ഉണ്ണിത്താനെ കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഉണ്ണിത്താൻ എന്ന് പറയുന്നുണ്ടോ? കാസർഗോഡ് എന്നപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു നെക്ക് നൈവ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറി മായ്ച്ചു എന്നും കയ്യിലെ വിശ്വാസച്ചരട് മുറിച്ചു കളഞ്ഞു എന്നും അങ്ങനെ ഒരു വീഡിയോ കണ്ടു. ഉണ്ണിത്താനായിട്ട് അഭിനയിക്കുന്ന ഒരാളും അതെ, ഉണ്ണിത്താൻ മുണ്ട് മാറ്റി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പ്രോഗ്രാംസ് കൊടുത്തു, കുറി മായ്ച്ചു, എന്നിട്ട് തളങ്കരയ്ക്ക് പോവുകയാണ്. ഉണ്ണിത്താനെ തളങ്കര എന്ന് പറയാൻ കാര്യം മാലിക് ദിനാർ ഇവിടെ വന്ന് തളങ്കരയിലാണ് അദ്ദേഹത്തിൻ്റെ അവസാനം എന്നൊരു വിശ്വാസമുണ്ട്. അതെ അതെ അതെ, അത് വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും. എന്നാൽ രാഷ്ട്രീയ നേരത്തെ സുജാതൻ മറ്റേ ഫസ്റ്റ് പ്രീ ഡിഗ്രി പിള്ളേരെ വശത്താക്കി എന്നൊക്കെ പറയുന്ന പോലെ മുസ്ലിം ലീഗിനെ കീശയിലാക്കി. അതെ അതെ. പിന്നെ 2 ഇരട്ടക്കൊലപാതകം നടന്ന സ്ഥലമാണ്. മാർക്സ് പാർട്ടിയോടുള്ള ഒരു വിരോധം ജനങ്ങളിൽ രൂഢമൂലമാക്കിയ സംഭവമാണ്. അതെ അതെ, ആ സമയത്ത്. അതെ അതെ. കഴിഞ്ഞ തവണ ഉണ്ണിത്താൻ നേടിയത് ആ ഡെഡ് ബോഡിയിൽ വീണ അശ്രുക്കളാണ് വോട്ടായി മാറിയത്. ഇത്തവണ ഉണ്ണിത്താൻ അതുപോലെ ഒരു അനുകൂല ഘടകം ഇല്ല അവിടെ ഇല്ല. എതിർ സ്ഥാനാർത്ഥി BJPയിലെ പിന്നെ അശ്വിനി നന്നായിട്ട് വോട്ട് പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. കാസർഗോഡ് പണ്ട് തൊട്ടേ വളക്കൂറുള്ള മണ്ണാണ് BJPക്ക്. അപ്പോൾ അതുകൊണ്ട് കാസർഗോഡ് ഉണ്ണിത്താൻ സുസാധ്യമായ ഒരു സീറ്റായിട്ട് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. CPMൻ്റെ വോട്ടും പിടിക്കും. പിന്നെ അവിടെ CPM സ്ഥാനാർത്ഥിയെ പറ്റി നമ്മളൊരു ചർച്ചയ്ക്ക് തന്നെ ആവശ്യമില്ലാത്ത തലത്തിൽ അയാളൊരു 3rd പ്ലേസിലേക്ക് പോവുകയാണ് ബാലകൃഷ്ണൻ. അതെ അതെ. അപ്പോൾ പ്രധാന മത്സരം അശ്വിനിയും രാജ്മോഹനും ഉണ്ണിത്താനും തമ്മിലാണ് അവിടെ. കാസർഗോഡ് പക്ഷേ സൈലൻ്റ് ആയ ഒരു ക്യാമ്പയിൻ ആയതുകൊണ്ട് അശ്വിനിയെ പറ്റി ഒരുപാട് എഴുതിയൊന്നും കണ്ടില്ല. ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തായാലും എഴുതില്ല. പിന്നെ എല്ലാം പ്രാദേശികവൽക്കരിച്ച് പോവുകയാണ്. നമ്മുടെ ഈ തെക്കൻ കേരളത്തിലേക്കും സെൻട്രൽ കേരളത്തിലേക്കും കാസർഗോഡ് ഇലക്ഷൻ റിപ്പോർട്ടുകളൊന്നും വരുന്നില്ല. അതാണ്, അതൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് അവിടെയുള്ള ബന്ധങ്ങൾ, പെരിയ ബാലകൃഷ്ണനെ പോലെയുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവിടെ. അവരൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഉണ്ണിത്താൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയാണ് അവിടെ. അപ്പോൾ അവരൊക്കെ തരുന്ന ചില ചിത്രങ്ങൾ നമുക്ക് പിന്നെ അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും ശോഭനമല്ല ഉണ്ണിത്താൻ്റെ സ്ഥിതി, അത്ര മെച്ചമല്ല. പക്ഷെ അതേസമയം അശ്വിനിക്ക് സുസാധ്യമാണ് എന്നിപ്പോഴും പറയാനും പറ്റില്ല. അവിടെ ഒരു നെക്ക് പോരാട്ടത്തിൻ്റെ വേദിയായി നിൽക്കുന്നു. പിന്നെ മലബാറിലെ എല്ലാ മണ്ഡലങ്ങളെയും കുറിച്ച് പറയുമ്പോൾ നമ്മൾ CPMൻ്റെ കള്ളവോട്ടിനെ കുറിച്ച് പറയാതിരിക്കാൻ പാടില്ല. തൃക്കരിപ്പൂർ, കണ്ണൂരിൻ്റെ സബർബ്, തലശ്ശേരി മുതൽ തലശ്ശേരി ഇപ്പുറത്ത് വടകര മണ്ഡലത്തിലാണെങ്കിലും വീട്ടുവോട്ടിൽ തന്നെ 102 വയസ്സുള്ള വൃദ്ധയുടെ വോട്ട് കള്ളവോട്ട് ചെയ്തതാണ് CPM. അതെ, സംഘടിതമായി കള്ളവോട്ട് ചെയ്ത് പാർട്ടി അംഗങ്ങളെ സ്ഥിരമായി ജയിപ്പിക്കുന്ന, നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ജയിപ്പിക്കുന്ന ഒരു സിസ്റ്റം തന്നെ വിജയകരമായി കൊണ്ടുനടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ നമ്മൾ ഈ പുറമേ കാണുന്ന രാഷ്ട്രീയത്തിന് നോക്കിയിട്ട് അവിടുത്തെ വിജയാപജയം വിലയിരുത്തിയാൽ ചിലപ്പോൾ തെറ്റിപ്പോകും. കാരണം സൈലൻ്റായി അപ്പുറത്തിരിക്കുന്ന 100ഉം 200ഉം കള്ളവോട്ട് വരെ ചെയ്യാൻ പ്രാക്ടീസ് നേടിയ സേനയുണ്ട് പാർട്ടിക്ക് അവിടെ. അവരെങ്ങനെ പ്രവർത്തിക്കും,
TN ശേഷൻ എത്ര വിചാരിച്ചിട്ടും കള്ളവോട്ട് നിർത്താൻ കഴിയാത്ത ഇന്ത്യയിലെ ഏക പ്രദേശം ഒരുപക്ഷെ കണ്ണൂരായിരിക്കും. അതെ 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 അതെ. അപ്പോൾ ആ ഒരു ഘടകം കൂടി നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട് മലബാറിനെ കുറിച്ച്. അതേസമയം ആ ബോംബ് രാഷ്ട്രീയം ത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ വരുന്നൊരു സ്ഥലമാണ് കാസർഗോഡ്. രാഷ്ട്രീയമായി നോക്കിയാൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരമുണ്ട്. അത് ഇടത് സ്ഥാനാർത്ഥികൾക്ക് എല്ലായിടവും തിരിച്ചടിയാണ്, ത്രൂ ഔട്ട് കേരള തിരിച്ചടിയാണ്. പിന്നെ പ്രാദേശികമായി ലഭിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മേന്മ കൊണ്ട് കിട്ടുന്ന ചില ആനുകൂല്യങ്ങൾ അതുമാത്രമേ ഉള്ളൂ. അത് ഈ LDFനായാലും UDFനായാലും NDAയ്ക്കായാലും ആ കാര്യത്തിൽ എല്ലാവരും ഒന്നിനൊന്നിനും മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുമാണ്. ഈ ഇടതുമുന്നണിയുടെ നേതാക്കൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ EP ജയരാജൻ വരെ പറഞ്ഞു BJPയുടെ സ്ഥാനാർത്ഥികളിൽ പലരും മേന്മയുള്ളവരാണ് എന്ന്. അങ്ങനെ മേന്മയുള്ള കൂട്ടത്തിലൊരാളാണ് അശ്വിനി, ആലത്തൂരിലെ സരസു. അതെ, അങ്ങനെ പലരും ആ മലബാർ റീജിയനിൽ മത്സരിക്കുന്നവർ യോഗ്യന്മാരാണ്. അപ്പോൾ അവിടുത്തെ പൊതുസ്ഥിതി ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.